നമസ്കാരം. നാടിന്റെ നാവുന്നേരി നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർട്ടോസ്. നമ്മളൊന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് കൊടുക്കുന്നത്. ഒന്ന്, നമ്മുടെ കുട്ടികൾ ആത്മവിശ്വാസമില്ലാത്തവരായാണ് വളരുന്നത്. നമ്മൾ നോക്കുമ്പം അവർക്ക് മുഴുവൻ മാർക്കുകളുണ്ട്. അവർ ചില പ്രകടനങ്ങളും മൊബൈലിലും ഇതിലൊക്കെ വലിയ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊരു 18 വയസ്സ് 20 വയസ്സിൽ അവരൊറ്റയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ ജീവിതത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം അവർക്ക്. പക്ഷെ അതിനൊരു വെറും പെട്ടെന്നുള്ളൊരു പരിഹാരമായിട്ടല്ല. പക്ഷെ എങ്കിലും കളരിപ്പയറ്റും യോഗ പോലുള്ള കാര്യങ്ങൾ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത്, കുട്ടിക്കാലം മുതൽ അഭ്യസിപ്പിക്കുന്ന അവർക്ക് മനസ്സിനും ശരീരത്തിനും ബലം കിട്ടാൻ ഒരു വലിയ കാര്യമാണ്. നമ്മുടെ കൊല്ലത്തെ MBVG CVN കളരിയിൽ ഇപ്രാവശ്യത്തെ കളരിപ്പയറ്റിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരെ അഭിനന്ദിച്ച ഒരു ചടങ്ങുണ്ട്. ഒപ്പം പഞ്ചായത്ത് ജനപ്രതിനിധികളായി ഇങ്ങനെ വേണം എന്നാണ് നാട്ടുവട്ടത്തിന്റെ അഭിപ്രായം. ചിറ്റുമല ബ്ലോക്കിലെ പ്രസന്നൻ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആദ്യ ഓണറേറിയം മുതൽ ഈ മാസം കിട്ടിയ ഓണറേറിയം വരെ സാധുക്കളായ നിർധനരായ രോഗികൾക്ക് തനിക്ക് കിട്ടുന്നതിൻ്റെ കൂടെ കുറച്ച് പൈസയും കൂടെ ഇട്ട്, കൃത്യമായി പറഞ്ഞാൽ 10,101 രൂപ വെച്ച് കൃത്യമായി എത്തിക്കുന്ന ഒരു വലിയ മനസ്സുണ്ട്. തീർച്ചയായിട്ടും അത് തുക എത്ര ചെറുതൊന്നാന്നില്ല. ആ വലിയ മനസ്സിന് നാട്ടുവട്ടം ടീമിന്റെ ഒരു നല്ല നമസ്കാരം. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,350 രൂപ, പവന് 1,06,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. അയോധനം 2026 നടന്നു. MBG CVN കളരിയിൽ അയോധനം 2026 നടന്നു. ചടങ്ങിൽ ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ഉൾപ്പെടെ നേടിയ താരങ്ങളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു. വിഷ്ണു മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. അഭിമന്യു തിലകൻ മുഖ്യ അതിഥിയായിരുന്നു. PV ശിവകുമാർ ഗുരുക്കൾ, സ്വപ്ന ശിവകുമാർ, കോട്ടരഴികത്ത് സുരേന്ദ്രൻ ഗുരുക്കൾ, കൗൺസിലർ G ബാബു, ജീവകാരുണ്യ പ്രവർത്തകൻ ഗണേഷ്, സൈനികൻ ആദിത്യരാജ്, വാസ്തു വിദഗ്ധൻ K ഷിബു, പൊതുപ്രവർത്തകൻ അയത്തിൽ ശ്രീകുമാർ, മ്യൂറൽ ആർട്ടിസ്റ്റ് R രഞ്ജിത്ത്, ഹ്രസ്വചിത്ര സംവിധായിക LT ധർമ്മ, കളരിപ്പയറ്റ് ഗുരുക്കൾ H റോബിൻ എന്നിവരെ ആദരിച്ചു. റിയ സുരേഷ് നന്ദി പറഞ്ഞു. കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. പഠനം കഴിഞ്ഞിറങ്ങിപ്പോയവരുമായിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഇവിടെ കളരിയെക്കുറിച്ചും കളരിപ്പയറ്റിനെ കുറിച്ചും ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത് അതൊരു അധിക വർത്തമാനമായി പോകുമെന്നുള്ളത് കൊണ്ട് അതിന് ഞാൻ മുതിരുന്നില്ല. കാരണം പണ്ട് ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ പഠിക്കണം എന്ന് വെച്ചിട്ട് ഇതുവരെ പഠിക്കാൻ പറ്റാതെ പോയ, അല്ലെങ്കിൽ അറിയണമെന്ന് വെച്ചിട്ട് അറിയാൻ പറ്റാതെ പോയൊരു എൻ്റെ ഉൾപ്പെടെ മനസ്സിലുള്ള ഒരാഗ്രഹമായിരുന്നു കളരിപ്പയറ്റ്. ഞങ്ങളുടെയൊക്കെ കുറച്ചുകൂടി ചെറിയ പ്രായത്തിൽ ഈ ജിമ്മിന് പോകുമ്പോൾ, ഈ ശരീരവും വെച്ചുകൊണ്ട് ജിമ്മിന് പോകുന്നത് നാണക്കേടാണ് എന്ന് കരുതിയപ്പോൾ, എന്നാൽ പിന്നെ കളരി അഭ്യസിക്കാമെന്ന് ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറച്ചു പേര് കളരിപ്പയറ്റ് പഠിക്കാൻ തീരുമാനിച്ച്, പക്ഷെ ആ സമയത്ത് തൊട്ടടുത്ത സമയത്ത് തന്നെ പരീക്ഷ വന്നതുകൊണ്ട് ആ പഠനം എന്ന ആഗ്രഹം പലപ്പോഴും ഉപേക്ഷിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ കളരിത്തറയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ആ ആഗ്രഹത്തിനോട് കാണിച്ച ആത്മാർത്ഥത കൊണ്ടാണ് എന്നാണ് ഞാനിപ്പോൾ ഈ കളരിത്തറയിലോട്ട് കയറുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു തോന്നൽ, അല്ലെങ്കിൽ ഈ കളരിത്തറയിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായ ഒരു വികാരം. ഭൂമി പറ്റി വന്നിട്ടു കൈ നേരെ കൂട്ടി വല നോക്കി വല നീക്കി ചവിട്ടി, ഇട നോക്കി ഇട നീക്കി ചവിട്ടി, വല നേരെ കൊണ്ടു വന്നിട്ടു കൈ നേരെ കൂട്ടി.
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിൻ്റെ 5ാമത്തെ ഓണറേറിയവും പഠന സഹായവും ചികിത്സാ സഹായവുമായി നൽകി. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവും പേരയം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമായ AK പ്രസന്നകുമാർ തൻ്റെ 5ാമത്തെ ഓണറേറിയത്തിൻ്റെ ഒരു വിഹിതമായ 5101 രൂപ 13ാം വാർഡിലെ വിദ്യാർത്ഥിനിക്ക് പഠന സഹായമായും അതേ തുക 14ാം വാർഡിലെ കുടുംബത്തിന് ചികിത്സാ സഹായമായും നൽകി. തുകകൾ സിനിമ, സാംസ്കാരിക, ടൂറിസം വകുപ്പ് മന്ത്രി PC വിശ്വനാഥ് കൈമാറി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര പങ്കെടുത്തു. നമസ്കാരം. ഞാൻ പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള. യുദ്ധങ്ങളും സംഘർഷങ്ങളും മനുഷ്യ ചരിത്രത്തിൻ്റെ പഴക്കമേറിയ മുറിവുകളാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും അതിവേഗം മുന്നേറുന്ന ഈ കാലത്തും രക്തച്ചൊരിച്ചിലുകളില്ലാത്ത ഒരു ലോകം ഇന്ന് സ്വപ്നമായി തുടരുന്നു. ആ യാഥാർത്ഥ്യത്തെ അതീവ ലളിതമായ അവതരണത്തിലൂടെ ഹൃദയസ്പർശിയായി അടയാളപ്പെടുത്തുന്ന ഒരു ഹ്രസ്വ ചരിത്രമാണ് ലൈല ക്രിയേഷൻ്റെ ബാനറിൽ LT ധർമ്മ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത എന്തിനു വൃഥ. ഒരു സാധാരണ മലയാളി വീട്ടിലെ ലിവിംഗ് റൂമും അവിടെയുള്ള ടെലിവിഷനും ശോഭയും മാത്രമാണ് ഈ ചിത്രത്തിൻ്റെ ലോകം. എന്നാൽ ആ ചെറിയ ഇടത്തിനുള്ളിലേക്ക് ലോകത്തിൻ്റെ മറുവശത്തു നിന്നുള്ള യുദ്ധവാർത്തകൾ കടന്നു വരുമ്പോൾ അത് ഓരോ പ്രേക്ഷകൻ്റെയും സ്വന്തം വീട്ടിലെ അനുഭവമായി മാറും. ഇസ്രായേൽ ഇറാൻ സംഘർഷ വാർത്തകൾ ടെലിവിഷനിൽ നിറയുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല എന്ന നിസ്സംഗ മനോഭാവത്തെ പ്രതിനിധീകരിക്കുന്നത് ആ വീട്ടിലെ അമ്മൂമ്മയാണ്. എന്നാൽ അതേ വാർത്തകൾ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഭയത്തിൻ്റെയും സംശയങ്ങളുടെയും വിത്തുവാകും. എൻ്റെ സ്കൂളിലും ബോംബിടുമോ, എന്തിനാണ് കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്ന അവളുടെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ പ്രേക്ഷകന്റെ ഹൃദയത്തിൽ നേരിട്ട് ഉദിക്കുന്നു. ചിത്രത്തിൻ്റെ ആത്മാവ് മുത്തശ്ശനും കൊച്ചുമകളും തമ്മിലുള്ള സംഭാഷണത്തിലാണ്. ഒരു ചെറിയ അയൽവഴക്കിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദീകരണം ക്രമേണ യുദ്ധങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തുന്നു. ജാതിയും മതവും വർഗീയതയും അധികാരമോഹവും മനുഷ്യൻ്റെ അഹങ്കാരവുമാണ് ലോകത്തെ വിഭജിക്കുന്നതെന്നും ഭരണാധികാരികളുടെ സ്വാർത്ഥതയാണ് അനേകം ജീവനുകളെ ബലിയാടാക്കുന്നതെന്നും അദ്ദേഹം കുട്ടിയെ മനസ്സിലാക്കിക്കുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ ഏറ്റവും ഹൃദയഭേദകമായ നിമിഷം അവസാനത്തിലാണ്. ജാതിയോ മതമോ പണക്കൊതിയോ തൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സ്വന്തം കൈകളിൽ തിരയുന്ന ആ കുഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവരെന്നെയും കൊല്ലുമോ എന്ന് ചോദിക്കുമ്പോൾ യുദ്ധം സൃഷ്ടിക്കുന്ന ഭയത്തിൻ്റെ ആഴം വാക്കുകൾക്കതീതമായി അനുഭവപ്പെടുന്നു. പരിമിതമായ സാഹചര്യങ്ങളും ലളിതമായ സാങ്കേതിക സംവിധാനങ്ങളും മാത്രം ഉപയോഗിച്ച് ശക്തമായ ഒരു മാനവിക സന്ദേശം കൈമാറാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടിയുടെ സ്വാഭാവികമായ പ്രകടനവും സംവിധായകയുടെ മിതത്വമുള്ള അവതരണവും ചിത്രത്തെ കൂടുതൽ ഹൃദയസ്പർശിയാക്കുന്നു. ലോകത്തിൻ്റെ ഏതോ കോണിൽ വീഴുന്ന ബോംബുകൾ നമ്മുടെ മനസമാധാനത്തെയും ബാധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സമാധാനത്തിനായുള്ള പ്രത്യാശയോടെ ചിത്രം അവസാനിക്കുന്നു. ലളിതമായ ആവിഷ്കാരത്തിലൂടെ വലിയൊരു മനുഷ്യസത്യം പറഞ്ഞ ഈ ഹ്രസ്വ ചലച്ചിത്രവും അതിൻ്റെ അണിയറ പ്രവർത്തകരും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു.
ചിന്നൂസ് ലോകകപ്പ് പ്രവചന മത്സരം. ലോകകപ്പ് നേടുന്ന ടീമിനെ കൃത്യമായി പ്രവചിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് വേൾഡ് കപ്പ് മാതൃകയിലുള്ള സ്വർണ്ണ ലോക്കറ്റ് സമ്മാനം. ഫൈനലിൽ എത്തുന്ന 2 ടീമുകൾ ഏതെന്ന് കമൻ്റ് ഇടുന്ന ഭാഗ്യശാലികളിൽ ഒരാൾക്ക് ഡയമണ്ട് റിങ് സമ്മാനം. സെമി ഫൈനലിലെത്തുന്ന 4 ടീമുകൾ ഏതെന്ന് കമൻ്റ് ഇടുന്ന ഭാഗ്യശാലികളിൽ ഒരാൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ചിന്നൂസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് കമൻ്റ് ഇടുന്നവർക്കായിരിക്കും അവസരം. ജൂലൈ 10 വരെയുള്ള കമൻറ്റുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ചിന്നൂസ് ലോകകപ്പ് പ്രവചന മത്സരത്തിൽ പങ്കാളിയാകും. നിങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കും. ഓണത്തിന് ഒരു കൂട ചെണ്ടുമല്ലി. ഓണപ്പൂക്കളിടാൻ ചെണ്ടുമല്ലി. ചെണ്ടുമല്ലി കൃഷിയുടെ പഞ്ചായത്ത് തല നടീൽ ഉദ്ഘാടനം മുളവന 1-ാം വാർഡിൽ ധനശ്രീ സംഘം കൃഷി യൂണിറ്റിൽ നടന്നു. വാർഡംഗം സരണി അനിൽ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ലിസി സാം അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ബിനീഷ, കൃഷി അസിസ്റ്റന്റ് ലിജ, CDS അംഗം ഗ്രേസി ഷാജി, അഗ്രി കമ്മ്യൂണിറ്റി റിസോഴ്സ് പേഴ്സൺ എസ് സൗമ്യ, കമ്മ്യൂണിറ്റി കൗൺസിലർ മേധാ വസന്തി, കാർഷിക വികസന സമിതി അംഗം വാറു ജി തങ്കച്ചൻ, വൈ റോയി, വത്സമ്മ സജീവൻ, വനജ വിജയൻ, ഷീന റോയി, കുഞ്ഞുമോൻ ബാബു എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കാഞ്ഞിരക്കോട് വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ മഹോത്സവം ജൂൺ 9 ചൊവ്വാഴ്ച മുതൽ 13 ശനിയാഴ്ച വരെ നടക്കും. 11 വ്യാഴാഴ്ച 5:30 ഇടവക വികാരി ഫാദർ റൊസാരിയോ വിജയുടെ മുഖ്യ കാർമ്മികത്തിൽ തിരുനാൾ കൊടിയേറും. തുടർന്ന് തിരുനാൾ സമാരംഭ ദിവ്യബലി നടക്കും. ഫാദർ ജോർജ് റോബിൻസൺ നേതൃത്വം നൽകും. തുടർന്ന് ഫാദർ ഗ്രേഷ്യസ് ജിയുടെ വചന പ്രഘോഷണം ഉണ്ടായിരിക്കും. 12 വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ദിവ്യബലി, ജീവകാരുണ്യ ആശീർവാദം, തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും. 13 ശനിയാഴ്ച വൈകിട്ട് 5:30 തിരുനാൾ സമൂഹബലിയും തുടർന്ന് തിരുനാൾ കൊടിയിറക്കം നടക്കും. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ നമ്മൾ യുദ്ധത്തിൻ്റെ ഭീകരതയിലാണ്. നമ്മുടെ നാട്ടിലല്ല യുദ്ധം നടക്കുന്നത്, പക്ഷേ അതിൻ്റെ കെടുതികൾ നമ്മുടെ അടുക്കള പോലും അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ അന്ന് നടക്കുന്ന യുദ്ധം പോലും വലിയ ഭീതി ഉണ്ടാക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ലൈല ക്രിയേഷൻസ് ഞങ്ങളുടെ 30ാമത്തെ സിനിമ എന്തിനും വൃഥ ഞങ്ങൾ കഴിഞ്ഞ മാസം 31-ാം തീയതി യൂട്യൂബിൽ റിലീസ് ചെയ്തത്. ആ സിനിമ യുദ്ധം ഉണ്ടാക്കുന്ന കെടുതികളെ കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഈ പ്രേക്ഷകർ ഇന്ന് തന്നെ ലൈല അവർ ലവ് എന്ന യൂട്യൂബ് ചാനൽ കയറി എന്തിന് വൃഥ എന്ന കൊച്ചു സിനിമ
5.5 മിനിറ്റുള്ള ആ കൊച്ചു സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.